ചേട്ടാ ഞാൻ പത്രത്തില്ല താമസിക്കുന്നതാണ്. ഒരു 10,000 രൂപ തന്നെ സഹായിക്കും. ഒരു 10,000 രൂപ തന്നെ സഹായിക്കും. 10,000 രൂപ ഒന്ന് സഹായിക്കാനോ? ഇതെന്താ ഇവിടെ പൈസ അടിച്ചടിച്ച സ്ഥലം? അങ്ങനെ പറയില്ല ചേട്ടാ, ഞാൻ തൊട്ടടുത്ത് തന്നെ താമസിക്കില്ല. ഞാൻ ഇതുവരെ എന്നെ കണ്ടിട്ടില്ലല്ലോ. ചേട്ടൻ ഞാൻ കണ്ടില്ല, ചേട്ടൻ ഞാൻ കണ്ടില്ല. ഇന്ന് അങ്ങനെ പലരും കാണും. ഞാൻ അത്രയും അറിയപ്പെടുന്ന ഒരാളാണ്. ഈ അടുത്ത് താമസിക്കണമായിട്ട് ഞാനിവിടെ പല പെണ്ണുങ്ങളെ കാണുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണാണ്. അവർക്കൊന്നും ഇഞ്ചിട്ടില്ല. അങ്ങനെ പറയില്ല ചേട്ടാ പ്ലീസ്. നാളെ ഡോക്ടർക്ക് പോകാൻ പൈസ ഇല്ല കയ്യിൽ. നിങ്ങളിങ്ങനെ അപ്പുറത്തെ ചേച്ചി പറഞ്ഞു ചേട്ടൻ അങ്ങനെ ഹെൽപ്പ് ചെയ്തതിനെ കൊണ്ടാണ് ഇപ്പോൾ ഓരോരുത്തർ ഇവിടെ ജീവിച്ചിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യ്, നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടോന്ന്. കയറി വാ. സംഗതി ഞാൻ പലിശക്കാരന് പലിശക്ക് പൈസ കൊടുക്കലൊക്കെ ഉണ്ട്. ഒരുപാട് ആൾക്ക് കൊടുത്തിട്ടുണ്ട്, നല്ലോണം പലിശയും വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ ആരാണ്, ഈ എവിടുന്നാണ്, എന്താണ് എനിക്ക് ഈ അപ്പുറത്തെ വർക്കാഴ്ചയാണെന്നറിയാം. ഞാൻ ഇതുവരെ എന്നെ കണ്ടിട്ടില്ല. പിന്നെ എന്ത് വെച്ചിട്ട് എനിക്ക് പൈസ തരാ? എൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ തരാൻ? എനിക്ക് എൻ്റെ കൗത്തിലോ കാതിലൊന്നും ഒന്നും കാണില്ലല്ലോ. ആകെ ഒരു ഉള്ളിത്തോട് പോലത്തെ ഒരു സാധനമാണുള്ളത്. അത് വെച്ചാലൊന്നും പൈസ തരാൻ കഴിയൂല. ഇത് വേറെ എന്തെങ്കിലും പറയും, നമുക്ക് എന്തായാലും തരാൻ പറ്റിയുണ്ടെങ്കിൽ. അല്ല, എല്ലാ പെണ്ണുങ്ങൾക്കും പൈസ പലിശക്ക് കടം കൊടുക്കലൊക്കെ ഉണ്ട്. സംഗതി ശരിയാണ്. നമുക്കെന്തായാലും എനിക്ക് തരാൻ പറ്റുക അത് ഈ പറ. ഈ പറയേ എനിക്ക് എന്താ എനിക്ക് തരാൻ പറ്റുക? എന്തെങ്കിലും നമുക്ക് തരാനുണ്ട് എൻ്റെ അടുത്ത്. 10 ദിവസത്തിനുള്ളിൽ പൈസ എന്നൊരു കാര്യമില്ല. പിന്നെ എങ്ങനെയാണ് പലിശ? എന്തിനാണ് പലിശ? ഇപ്പൊ എനിക്ക് ഒരുപാട് ആൾക്കാർ പലിശ തരുന്നുണ്ട്. അതിൻ്റെ അടുത്ത് എന്തെങ്കിലും ഇങ്ങോട്ട് സഹായിക്കാണ്ടെങ്കിൽ ഇപ്പൊ ഒരു പാലിട്ടാല് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. എടോ, പലിശന്റെ അളവുറയിൽ ഒരുപാട് പലിശ ഇവിടെ കിടക്കുന്നുണ്ട്. ഞാൻ സഹായിക്കും. ഞാൻ നല്ല മനുഷ്യനാണ്. പിന്നെ ഞാൻ എന്താ ചെയ്യാം? എന്നെ പോലത്തോളരെ കണ്ടിട്ടാണ് നമ്മളിവിടെ പലിശക്ക് കൊടുക്കാൻ തന്നെ നിൽക്കുന്നത്. അപ്പൊ ഈയൊക്കെ സഹകരിച്ചാൽ നമുക്ക് പൈസയും അങ്ങോട്ട് സഹകരിക്കാൻ പറ്റും. അതിനെന്താ മോളെ, ജീവൻ രക്ഷിക്കാൻ അതേപോലത്തെ ഒരു ജീവനാണല്ലോ. ഈ നമ്മളോട് സഹകരിച്ച് ഒന്നുകൊണ്ട് ബേജാറാവണ്ട. എൻ്റെ കെട്ടിയോൻ്റെ അസുഖവും മാറും, എനിക്കൊരു ചെറിയൊരു സുഖം, അത്രേ ഉള്ളൂ. തരാലോ. ഇവിടെ വന്നിരിക്കേ, ഇവിടെ വന്നിരിക്കേ. എത്രയുണ്ട്? 10,000. 15,000 തന്നെ ഞാൻ തരാം. വേണമെങ്കിൽ 50,000 തരാം. എന്തിനാ പേടിക്കുന്ന? തട്ടണ്ട. ഇതൊക്കെ ഒരു ചെറിയൊരു ഇതല്ലേ.
ചേട്ടാ പ്ലീസ് ഒന്നും ചേട്ടൻ ഞാനങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല. ഞാനങ്ങനെ വിചാരിക്കുകയില്ല. കണ്ടറിഞ്ഞൂടെ? വാ ആ ചേട്ടാ പ്ലീസ് ഞാനൊരു പാവ ചേട്ടൻ വിചാരിക്കുന്ന ഒരാളല്ലേ എനിക്കറിയാം. ഞാൻ ഇത്ര കാലമായിട്ട് ഈ ഇവിടെ അടുത്ത് താമസിച്ചിട്ട് അന്നെ ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. അന്നെ പറ്റി ഇത്രയും ഗ്ലാമറുള്ള ഒരു പെണ്ണ് എൻ്റെ വീട്ടിലെടുത്ത് ഇങ്ങനെ ഒളിച്ച് താമസിച്ചല്ലോ എന്നുള്ള ഒരു ചിന്ത എനിക്കുള്ളൂ. ഈ ഒരു കാര്യം ചെയ്യും, ഒന്നോട് പരിചയല്ല. ഞാൻ അന്നെ കാട്ടി പ്രയാസം കൊണ്ട് വന്നതാ പ്ലീസ്. ആയിക്കോട്ടെ, അതിനെന്താ? എൻ്റെ പ്രയാസം എനിക്കറിയാം. എനിക്ക് പൈസ വേണം അല്ലേ? ഒന്നോണ്ട് പേടിക്കണ്ട കേട്ടാ, എല്ലാം മനസ്സിലാക്കാം. 10 50 ആണെങ്കിൽ ഞാൻ എനിക്ക് എൻ്റെ കെട്ടിയോൻ്റെ അസുഖമാണ്. എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം. എനിക്കൊരു 10,000 രൂപ എന്ന് വെച്ച് ഞാൻ പോവാ ചേട്ടൻ, ഞാൻ പലിശ കൊണ്ടുതരാം. ആയിക്കോട്ടെ, ഈ പലിശ ഒന്നും എനിക്ക് തരണ്ട. ഈ ₹1 എനിക്ക് പലിശ തരണ്ട. എന്നാലും അതിനെപ്പോലത്തെ ഒരു ഇത്രയും ഗ്ലാമറുള്ള ഒരു പെണ്ണിനെ ഞാൻ ഇതിൻ്റെ അയൽവക്കത്തൊന്നും കണ്ടില്ല. ഈ എൻ്റെ മുന്നിൽ ഒളിച്ച് താമസിച്ചില്ല ഇത്ര കാലം. അപ്പം എനിക്ക് ഇതുവരെ പൈസക്ക് ആവശ്യമൊന്നും വന്നില്ലായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ കെട്ടിയവൻ്റെ അസുഖം മാറാൻ എനിക്ക് പൈസക്കൊക്കെ ആവശ്യം വരൂലേ? ഇതിൻ്റെ അടുത്തേക്ക് പോയി എപ്പോഴാണ് ഏത് സമയത്ത് ഏത് പാതയാക്കുമെന്ന് എനിക്ക് വേണ്ട പൈസയാണ്. ഇങ്ങോട്ട് പോകാം ചേട്ടാ പ്ലീസ് പ്ലീസ്. ചേട്ടൻ വിചാരിക്കുന്ന ഒരു പെണ്ണല്ലേ ഞാനങ്ങനെ വിചാരിച്ചിട്ടില്ല. എന്നെ പറ്റി നല്ല മോളാന്ന് എനിക്കറിയാം. ഞാൻ എന്നെ പറ്റി അങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല. കൊണ്ട പൈസ എനിക്ക് ഇപ്പം ഞാൻ ഇങ്ങോട്ട് പോകാം. അല്ല, എന്താ എൻ്റെ കെട്ടിയവൻ്റെ അസുഖം? ചേട്ടാ ബ്ലഡ് ക്യാൻസറാണ്. അങ്ങനെ ഒരുപാട് അസുഖക്കാരിവിടെ വരുത്തുന്നുണ്ട്. അത്യാവശ്യം കീമോ ക്യാൻസർ, കിഡ്നി പേഷ്യൻ്റ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുത്തുന്നുണ്ട്. ഓരോ പെണ്ണുങ്ങന്മാരൊക്കെ വരുത്തുന്നുണ്ട്. ആ ബെഡ്റൂമിൽ കൊണ്ടുപോയിട്ടാണ് ഞാൻ എല്ലാവർക്കും കാശ് എടുത്തു കൊടുക്കുന്നത്. എല്ലാം എനിക്ക് പ്ലീസ് ചേട്ടാ പ്ലീസ്. ആ ബെഡ്റൂമിനകത്ത് വലിയൊരു അലമാരുണ്ട്. ചേട്ടന് 10,000 രൂപ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഞാൻ ചേട്ടന് പലിശ തരാന്ന് പറഞ്ഞില്ലേ? 10,000 അല്ല, 50,000 ആണ്. എനിക്ക് നിങ്ങൾ എക്സ്ട്രാ ക്യാഷ് വേണ്ട പ്ലീസ്. മോളത് എക്സ്ട്രാ അല്ല, എനിക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരുന്ന. വെറുതെ വെറുതെ എനിക്ക് ഫ്രീ വേണ്ട, ഞാൻ ചേട്ടന് പലിശ തരാം പ്ലീസ്. ഇങ്ങനെ അതിൻ്റെ കെട്ടിയവൻ അസുഖമില്ലേ? മാറണ്ടേ? ഡോക്ടറെ കാണിക്കട്ടെ, മരുന്ന് വാങ്ങിക്കൊടുക്കണ്ടേ? പൈസ ഇതാ അലമാര കണ്ടില്ലേ? കണ്ടില്ലേ? വാ വാ ഓരേ ചേട്ടൻ ഞാൻ അവിടെ നിൽക്കാം പ്ലീസ്. ചേട്ടാ ചേട്ടൻ പോയിക്കോ, ചേട്ടൻ പോയി എടുത്തു, ഞാൻ അവിടെ നിൽക്കാം. പൈസ ഞാൻ അലമാര തുറന്നു. എനിക്ക് വേഗം ചേട്ടൻ തന്നെ ഞാൻ അവിടെ നിൽക്കാം പ്ലീസ്. മോള് വാ, ചേട്ടൻ എടുത്തില്ല പ്ലീസ്. വാ മോളെ പ്ലീസ് ചേട്ടാ. പൈസ വേണ്ട നിനക്ക്? എൻ്റെ അലമാര നിറച്ചും പൈസ. വാ വാ. ചേട്ടൻ എടുത്തു പറഞ്ഞു. ഈ ചുറ്റുപാടുള്ള പെണ്ണുങ്ങൾക്ക് മുഴുവൻ ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്. അവരൊന്നും എന്നോട് ഈ കണ്ടുപിടുത്തം പിടിച്ചിട്ടില്ല. നീ നിനക്ക് പൈസ വേണമെങ്കിൽ എൻ്റെ കൂടെ വാ. വാ, പൈസ എടുത്തരാം. ഇങ്ങോട്ട് വാ. വാ വരാ.